والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നമുക്കാവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും സദാ നൽകിക്കൊണ്ടിരിക്കുന്ന പരമകാരുണ്യവാനും കരുണാനിധിയുമായ അടിമകളോട് ഏറെ ഇഷ്ടവും സ്നേഹവും വാത്സല്യവുമുള്ള, അടിമകളുടെ കുറവുകളും പോരായ്മകളും ന്യൂനതകളും മറച്ചുവെക്കുകയും മാപ്പു നൽകുകയും ചെയ്യുന്ന, ചെയ്തുപോയ തെറ്റുകൾക്ക് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ എല്ലാ പശ്ചാത്താപവും സ്വീകരിക്കുന്ന, എല്ലാ പാപവും പുറത്തു തരുന്ന അത്തവ്വാബും അൽ ഗഫ്ഫാറുമായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകൾ കൂടുതൽ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ നിലനിർത്തുവാനും നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമേ എന്ന് സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസികൾ, കഴിഞ്ഞ 4 ആഴ്ചകളിലായി നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകനായ അല്ലാഹുവിൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഖുതുബകളും ക്ലാസ്സുകളും അതിൻ്റെ വേണ്ട ഉപദേശങ്ങളുമെല്ലാം. അല്ലാഹു അവൻ്റെ യഥാർത്ഥ ദാസന്മാരായി ജീവിച്ചു മരണപ്പെടാൻ, അല്ലാഹു ഈ ദുനിയാവിലും പരലോകത്തിലും എല്ലാ അനുഗ്രഹങ്ങളും, അവൻ്റെ എല്ലാ നിഅമത്തുകളും, എല്ലാ സംരക്ഷണവും ലഭിക്കുന്ന സ്വാലിഹീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സഹോദരങ്ങളെ, വിശ്വാസികളെ, 5ാമത്തെ സ്വഭാവമായി അല്ലാഹുവിൻ്റെ യഥാർത്ഥ അടിമകളുടെ സ്വഭാവം വിശദീകരിക്കുന്ന ഖുർആൻ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. വല്ലദീന ഇദാ അൻഫഖൂ, അവർ ധനം ചിലവഴിക്കുന്നവരായാൽ, അല്ലെങ്കിൽ അവർ ചിലവഴിക്കുന്ന വിഷയങ്ങളിൽ ലം യുസ്രിഫു വലം യഖ്തുറു, അവർ ഇസ്രാഫും കാണിക്കില്ല, അതുപോലെ ബുഖൽ, പിശുക്കും കാണിക്കാത്തവരാകുന്നു. ധൂർത്തന്മാരുമല്ല, അതുപോലെ പിശുക്കി പിടിച്ചു വെക്കുന്നവരുമല്ല അവർ. വകാന ബൈന ദാലിക ഖവാമ, ആ ധൂർത്തിനും പിശുക്കിനും ഇടയിലുള്ള ഒരു മധ്യമ നിലപാട് സ്വീകരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നവരാണവർ എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളുടെ സ്വഭാവത്തെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഖുതുബ, ഒരു ക്ലാസ് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ആ ഖുതുബയിൽ പല ഭാഗത്തു നിന്നും, പല മഹല്ലുകളിൽ നിന്നും, അല്ലെങ്കിൽ ആ മഹല്ലിൽ തന്നെ പല വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ, കുടുംബങ്ങളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അപ്പൊ സ്വാഭാവികമായും പല രീതിയിലാണ് മനുഷ്യരുടെ, അവരുടെ അറിവിന്റെ, അവരുടെ ഇൽമിന്റെ തോതനുസരിച്ച് ഓരോരുത്തരുടെയും അമലുസ്വാലിഹാത്തുകൾ വ്യത്യസ്തമാണ്. അപ്പൊ ഒന്ന് നമുക്കറിയാം, അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് ധനം ചെലവഴിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട് സമൂഹത്തിൽ, ഒരുപാട് നല്ല മനുഷ്യന്മാർ. പക്ഷെ ഞാൻ അവരെ കുറിച്ചൊക്കെ പറയും. അവർ ചെയ്യുന്ന സേവനം, അല്ലെങ്കിൽ അവരുടെ നന്മകൾ, പുണ്യങ്ങൾ, അവർ നിർവഹിക്കുന്ന അമലുസ്വാലിഹാത്തുകളെല്ലാം ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം അവർക്കും അവരുടെ കുടുംബത്തിലും അവരുടെ സമ്പത്തിലും അവരുടെ ജോലിയിലും എല്ലാം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മറ്റൊന്ന്, അവർ ഒരു കുറച്ചുകൂടി സ്വാർത്ഥന്മാരാണ്. അതായത് അവരുടെ വീട് അല്ലെങ്കിൽ അവരുടെ കുടുംബം, അവരുമായി ബന്ധപ്പെട്ട ആ ഒരു സർക്കിളിന്റെ പുറത്ത് 1 രൂപ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ
അതുപോലെ വളരെ പ്രയാസകരമായി, വളരെ മാനസികമായ വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ എന്ന് വെച്ചാൽ, എന്നാൽ കുടുംബത്തിനാകട്ടെ മക്കള്, വീട്, ഭാര്യ, സന്താനം, ആ ഒരു സർക്കിളിന്റെ പുറത്തേക്ക് അവരുടെ സമ്പത്ത് പോകാത്ത കുറെ മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരോട് ആരെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന് ചോദിക്കുന്നവർക്ക് ഇഷ്ടമല്ല, ആരെങ്കിലും സഹായിക്കണമെന്ന് പറയുന്നവർക്ക് ഇഷ്ടം. വെച്ചാൽ അത്തരത്തിലുള്ള പിശുക്ക്, അതിന്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ്. ഇൻഷാ അല്ലാഹ് അതവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആ ദുസ്വഭാവം അവർ ഒഴിവാക്കി അതിന് കിട്ടുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാൻ മാറും. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രാഫിന്റെ മേഖല മറ്റൊരു വിഭാഗം. അതായത് ന്യായമായും അന്യായമായും യാതൊരു ലിമിറ്റുമില്ലാതെ വാരിക്കോരി ദൂർത്തായി അനാവശ്യമായ ധനം ചെലവഴിക്കുന്ന ആളുകൾ. അപ്പൊ നമ്മൾ ഈ ഹുത്തുബ കഴിഞ്ഞ് പിരിയുമ്പോൾ അറിയോ, 2 ദുസ്വഭാവങ്ങൾ ഒഴിവാക്കുകയും ഒരു സൽസ്വഭാവവുമായിട്ടാണ് ഇന്ന് ഹുത്തുബ കഴിഞ്ഞ് പിരിയേണ്ടത്. അതാണ് ഈ ഒരു ആയത്തിൽ ഞാൻ ഏകദേശം ഒരു 100ഓളം കാര്യങ്ങളെ സംബന്ധിച്ചെങ്കിലും ഈ ഒരു ആയത്തിൽ 3 വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കണം. പക്ഷെ ഞാൻ എങ്ങനെ അത് ചുരുക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള പ്രയാസത്തിലാണ്. എന്നിരുന്നാലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്ക് ഇന്ന് പിരിയുമ്പോൾ 2 ദുസ്വഭാവങ്ങൾ ഒഴിവാക്കിയിട്ട് ഇന്ന് നമ്മൾ ഇവിടുന്ന് പോകാവൂ. ഒരു സൽസ്വഭാവം നിലനിർത്തണമെന്നുള്ള നിയ്യത്തോടു കൂടെ. ഒന്നാമത് ഖുർആൻ എടുത്തു, വല്ലതിന്റെ അംഫക്കു, അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ അവർ ചെലവഴിക്കുന്നവരാണെന്നാ പറഞ്ഞു. തുടക്കം അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കും. അവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് സമ്പാദിച്ച ഹലാലായ അവരുടെ സമ്പത്ത്, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അത് സക്കാത്തായിട്ടും സ്വതക്കയായിട്ടും തത്വവുമായ ഐച്ഛികമായ ദാനധർമ്മമായിട്ടും അവർ ധനം ചെലവഴിക്കുന്നവരാണ്. അപ്പൊ അതിലുൾപ്പെടണം. നമ്മള് സക്കാത്ത് കൊടുക്കാത്ത ആളായി മാറരുത്. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, വിവാഹം കഴിഞ്ഞ് 50 പവനും 100 പവനൊക്കെ വിവാഹം കഴിഞ്ഞ് കൊണ്ടുവന്നിട്ട് അതില് ആ സ്വർണത്തിന്റെ ഒരിക്കൽ പോലും അതിന് സക്കാത്ത് നൽകിയിട്ടില്ലെങ്കിൽ ആ പാപവുമായിട്ടായിരിക്കും ഈ ദുനിയാവ് വേർപിരിയുന്നത്. ശ്രദ്ധിക്കണം നമ്മൾ. അപ്പൊ അള്ളാഹുവിന്റെ യഥാർത്ഥതാണ്. അപ്പൊ അത് ഖുർആൻ ഹദീസൊക്കെ എന്താ അറിയോ, ബുർഹാൻ, ബുർഹാൻ, 2 ഹദീസുകളാണ്. അപ്പോ സക്കാത്ത് കൊടുക്കുന്ന നല്ല മനുഷ്യന്മാരെ നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. സക്കാത്ത് ബുർഹാൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എന്നതിന്റെ തെളിവാണ് നിങ്ങൾ സക്കാത്ത് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രശ്നം മിമ്പറിൽ നിന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന രോഗിയാണ് സഹായിക്കണം, അല്ലെങ്കിൽ അവശ്യ പ്രയാസപ്പെടുന്നവരെ സഹായിക്കണം, അല്ലെങ്കിൽ ഇന്ന പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് സഹായിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ രാപ്പകൽ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബുദ്ധിയും നമ്മുടെ കഴിവുകളെല്ലാം ഉൾപ്പെടുത്തി അധ്വാനിച്ച് അല്ലാഹ് നമുക്ക് നൽകിയ സമ്പത്ത് അത് ചെലവഴിക്കുന്ന സ്വതക്ക ബുർഹാൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ട് എന്നതിന് തെളിവാണ് നിങ്ങൾ ധനം ചെലവഴിക്കുക എന്നുള്ളത്. ഇപ്പൊ വലിയ പ്രതിഫലമാണ്. അപ്പൊ അതുകൊണ്ട് ഒരാളും ധനം ചെലവഴിക്കാത്ത ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു ദിവസം പോലും സ്വതക്ക ചെയ്യാത്ത ഒരു ദിവസം ഒരു മുസ്ലിമിന് ഉണ്ടാകരുത്. ഒരു ദിവസം പോലും സ്വതക്ക ചെയ്യാത്ത ഒരു ദിവസം ഒരു മുസ്ലിമിന് ഉണ്ടാകരുത്. അലാ കുല്ലി മുസ്ലിമിൻ സ്വതക്ക, അതാ ഹദീസ്. അലാ കുല്ലി മുസ്ലിമിൻ സ്വതക്ക, എല്ലാ മുസ്ലിമിന് മേലും സ്വതക്ക ചെയ്യൽ നിർബന്ധമാണ് എന്നാണ്. പട്ടിണിയും പ്രയാസവും ബുദ്ധിമുട്ടും അടിമകളുമായ സ്വഹാബികൾക്കാണ് ഈ ക്ലാസ് കൊടുക്കുന്നത്. ആദ്യം സ്വഹാബികൾ ചോദിച്ചു, റസൂലേ കയ്യിൽ പൈസ അല്ലെങ്കിലോ? ഒരു ദിവസം മുസ്ലിം മേൽ സ്വതക്കയിൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ കയ്യിൽ പൈസ അല്ലെങ്കിലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്വാനിക്കണം, കഷ്ടപ്പെടാം. അവര് പോകും, എന്നിട്ട് ഈ ഹദീസ് മാർക്കറ്റിൽ പോയി കഴിയുന്നവർ ചുമടേറ്റി ഭാരമേറ്റി കിട്ടുന്ന ഒരു സ്വാവും ഒരു മുദ്ദും, അതായത് അളവാണ്, ഒരു കോരൽ, അത് ധാന്യമാകാം, ഈത്തപ്പഴമാകാം, എന്ത് അതവർ ഈ ഹദീസിന്റെ അവരെ അവർ മാർക്കറ്റിൽ പോയി അധ്വാനിച്ച് മദീനയിലെ മാർക്കറ്റിൽ ചുമടേറ്റിയിട്ട് അതിൽ നിന്നൊരു വിഹിതം അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു നൽകുകയാണ്. പാവപ്പെട്ട മിസ്കീനുകൾക്ക്, അവരെ മിസ്കീനാണ്, എന്നിട്ടും അവർ മിസ്കീനുകൾക്ക് നൽകുകയാണ്.
അല്ലെങ്കിൽ അവരെക്കാൾ പ്രയാസം. അപ്പൊ സഹാബികൾ ചോദിക്കണം, ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇല്ലെങ്കിൽ അധ്വാനിക്കണം. എന്നിട്ട് നിനക്കും സ്വന്തത്തിനും മറ്റുള്ളവർക്കും ഇത് ഉപയോഗപ്പെടുത്താൻ എന്താണ് പ്രിയപ്പെട്ടവരെ? അപ്പൊ അതുകൊണ്ട് സ്വതക്ക ചെയ്യാത്തൊരു കുടുംബവും ഇവിടെ ഉണ്ടാകരുത്. അതല്ലെങ്കിൽ എന്താ അറിയോ, സ്വതക്ക അനുഗ്രഹങ്ങൾ ഇങ്ങനെ വരും. അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ഖുദ്സിയായ ഹദീസാണ് ഇതെല്ലാം. നിങ്ങൾ ചെലവഴിച്ചോളൂ, ഞങ്ങൾക്ക് തരും, ഞങ്ങൾക്ക് തരുന്നു. അത് അള്ളാഹുവിന്റെ വാഗ്ദാനം. വല യുഖ്ലിഫുല്ലാഹു വഅദ. അള്ളാഹ് ഒരിക്കലും അവന്റെ വാഗ്ദാനം ലംഘിക്കില്ല. നിങ്ങൾ കൊടുത്തോളി, നിങ്ങൾക്ക് ഞാൻ തരും. അള്ളാഹ് തരുന്നു പറ. സുബ്ഹാനല്ലാഹ്. അതാണ് നമ്മുടെ അതാണ് ആ നല്ല മനുഷ്യന്മാർ. അതായത് മറ്റ് മതസ്ഥർക്ക് നമ്മളും തമ്മിൽ വ്യത്യാസം എന്താ അറിയാം? നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ഓരോ മഹലിലും ഒരു വർഷത്തിൽ അള്ളാഹ് ഹലാലാക്കിയ സമ്പത്ത്, നമുക്ക് നൽകിയ അള്ളാഹുവിന്റെ സമ്പത്ത്, ആ സമ്പത്ത് എത്ര കുടുംബങ്ങൾ, എത്ര പ്രദേശങ്ങൾ, എത്ര ആളുകൾക്കാണ് ഉപയോഗപ്പെടുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിന് കൃത്യമായ, പ്രത്യേകിച്ച് റമദാൻ പോലുള്ള സമയങ്ങളിലെല്ലാം ഓരോ മഹലിലും പരിവർത്തനം. അത് നന്മയാണ്. ഞാൻ പറഞ്ഞത് ഒക്കെ നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. പക്ഷെ ഒരിക്കലും നമ്മൾ ഒരു ദിവസം പോലും ചെലവഴിക്കാത്ത ഉണ്ടാകരുതെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകരുത് തീരുമാനം എടുത്തിട്ട് വേണം അത് പോകാൻ. അത് എന്താ കാര്യം? അതിന്റെ ഒരു ഹദീസാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഞാൻ എപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലും ഖുർആൻ ക്ലാസ് പങ്കെടുക്കുന്നതിലും ഖുതുബകളിലും നമ്മളുമായി പരിചയമുള്ള ആളുകളോടെല്ലാം ഒരു ദിവസം, എല്ലാ ദിവസവും സുബഹി ആയി കഴിഞ്ഞാൽ ആകാശ ലോകത്ത് 2 മലക്കുകൾ ഇറങ്ങി വരും. എല്ലാ ദിവസവും ഇപ്പൊ ഇറങ്ങിണ്ടാവും. ആ 2 മലക്ക് അള്ളാഹു അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താ അറിയോ? 2 പേരോടും ദുആ ചെയ്യാനാണ് ഏൽപ്പിച്ചത്. ഒരു മലക്ക് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ. അല്ലാഹുവേ, ചിലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ. ശ്രദ്ധിക്കണം നിങ്ങൾ, ഈ പ്രാർത്ഥന മലക്കുകളുടെ പ്രാർത്ഥനയാണ്. മലക്കുകളുടെ ദുആക്ക് അത് മുസ്തജാബ, അതിന് ഉത്തരം കിട്ടുന്ന അതെന്തില്ല, അത് സ്വീകരിക്കണോ വേണ്ടോ അതല്ല, അത് സ്വീകരിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ മലക്ക് അല്ലാഹുവിന്റെ ദുആ സുബഹി കഴിഞ്ഞാൽ മലക്ക് വന്ന് പ്രാർത്ഥിക്കും. ഭൂമി ലോകത്തേക്ക് വന്ന്, അല്ലാഹുവേ, ഇന്ന് ആരെല്ലാം ചെലവഴിച്ചോ അവർക്ക് നീ അതിന് പകരം. പകരം എന്ന് പറഞ്ഞാൽ അള്ളാഹ് നമ്മളെ സാധാരണ 1 വെച്ചാൽ 10 ഒരു നന്മയ്ക്ക് 10 ഇരട്ടിയാണ്. സൂറത്തുൽ ബഖറയിൽ പറഞ്ഞത്, നിങ്ങൾ അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീല കമസലി ഹബ്ബ, ഒരു ധാന്യം പോലെ, ഒരു കർഷകന് പോലും ആ ധാന്യങ്ങള് ഒരു വിത്ത് നിങ്ങൾ ഇട്ടാൽ അതിന് 7 കതിരുകൾ ഉണ്ടാകുന്നു. ഓരോ കതിരിലും കുല്ലു സുംബലത്തിൻ മിഅത്തു ഹബ്ബ, 100 വീതം ധാന്യം ഉണ്ടാകുന്നു. അതായത് കൃഷിക്കാരാണല്ലോ കൂടുതൽ അവിടെ. അപ്പൊ അവർക്ക് പെട്ടെന്ന് അവരനുഭവിക്കുന്നതാണ്, അവർ ചെയ്യുന്നൊരു വർക്കാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് മനസ്സാവും. ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വിത്തിടുമ്പോൾ അള്ളാഹ് നിങ്ങൾക്ക് നൽകുന്ന ആ കൃഷിയിൽ നൽകുക 700 അല്ല, വല്ലാഹു യുളാഇഫു ലിമൻ യശാ, അള്ളാഹ് ഉദ്ദേശിക്കുക അതിനേക്കാൾ വർദ്ധിപ്പിച്ചു കൊടുക്കും. അപ്പൊ നമ്മള് 1 രൂപ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ 700-ലധികം അല്ല, അതിനേക്കാൾ അള്ളാഹു നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് അള്ളാഹിന്റെ വഅദയാണ്. സുബ്ഹാനല്ലാഹ്. അത് ആ ഒരു മലക്കിന് ദുആ ചെയ്യാൻ വേണ്ടി ഇറക്കിയിട്ട്, അപ്പൊ അതിൽ നമ്മൾ പെടണം, അതിൽ ഉൾപ്പെടണം. ഇന്ന് ആരൊക്കെ ഉൾപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഇന്ന് കൊടുക്കാം, ഇന്നൊരു അവസരമാണ്. കാരണം നമ്മള് അതല്ല എങ്കിൽ രണ്ടാമത്തെ മലക്ക് ഇറങ്ങിയിട്ട് അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, അല്ലാഹുവേ, പിടിച്ചു വെക്കുന്ന ആളുകൾക്ക്, ചെലവഴിക്കാതെ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് അവർക്ക് ആ ഉള്ള സമ്പത്ത് നശിപ്പിക്കണേയോട് പ്രാർത്ഥിക്കും. പലരും ചിലപ്പോൾ ചില പ്രയാസങ്ങൾ പെട്ടെന്ന് പറയും. ആളുകൾ ഫോണിലൂടെ അല്ലെങ്കിൽ നമ്മൾക്ക് നേരിട്ട് കാണും, ഒന്ന് ചെറിയ പ്രയാസം ഉണ്ടായി, അല്ലെങ്കിൽ എൻ്റെ കുറച്ച് കമ്പനിയിൽ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ജോലിയിൽ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ എനിക്ക് ഒരു അപകടം ഉണ്ടായി, ഇതൊക്കെ പറയും. ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ മനുഷ്യന്മാരാണ്, സ്വാഭാവികമായിട്ട് അവർ ഷെയർ ചെയ്യും. അപ്പോൾ അതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് തിരിച്ചൊരു ചോദ്യം, ഇങ്ങനെ ഈ ഒരു ചോദ്യം, നിങ്ങൾ ഇന്ന് രാവിലെ അള്ളാഹിന്റെ മാർഗത്തിൽ വല്ലതും കൊടുത്തോ? അത് നമുക്ക് സ്വന്തത്തോട് ചോദിക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ ഏറ്റവും അടുത്ത ആളുകൾ പറയുമ്പോൾ അപ്പൊ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിന്റെ പരീക്ഷണമാണത്. കാരണം മലക്കുകളുടെ ദുആ ചെലവഴിക്കാത്ത ആളുകൾക്ക് അവർക്ക് അതിൽ നാശമുണ്ടാക്കണേന്നാണ്. ആ പ്രാർത്ഥന എന്തായാലും സ്വീകരിക്കും. അത് ഏത് രീതിയിൽ നമുക്കറിയാം, അല്ലാഹു അഅലം.
അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ഒന്ന് അള്ളാഹുവിന്റെ നിഅമത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. രണ്ട്, അതേ സമ്പത്ത്, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അതില് നാശവും അല്ലെങ്കിൽ അതില് പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കാൻ, പരീക്ഷണത്തിന് വിധേയമാകാൻ കാരണമാകും. ഖുർആന്റെ ചരിത്ര കഥകൾ പറയുന്നത്, ഖുർആൻ കസസുകൾ പറയുന്നത് അതിങ്ങനെ വായിച്ചു പോകാനല്ല. സൂറത്തുൽ കലം എന്ന് പറഞ്ഞ അധ്യായമുണ്ട്. ഒരു നല്ല മനുഷ്യൻ, ഒരു കൃഷിക്കാരനായ തോട്ടക്കാരനായ ഒരു നല്ല മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. അദ്ദേഹം കിട്ടുന്ന അദ്ദേഹത്തിന്റെ കൃഷിയിൽ നിന്ന് മിസ്കീനുകളെയും വഴിയാത്രക്കാർക്കും അയൽവാസികൾക്ക് നൽകിയ നല്ലൊരു മനുഷ്യൻ. ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ മക്കള്, ചുരുക്കി പറയാണ്, മക്കള് അത് ഏറ്റെടുത്തു, ആ സംവിധാനം ഏറ്റെടുത്തു, ആ തോട്ടത്തിന്റെ ഉടമകളായി. വാപ്പ മരിച്ചപ്പോൾ അനന്തരാവകാശം കിട്ടി. പക്ഷെ മക്കൾക്ക് തോന്നി ഈ വാപ്പ അത്തച്ച് കൊടുത്തത്ര ശരിയല്ല. വാപ്പ മിസ്കീനുകൾക്കും ഫക്കീറുകൾക്കും പിന്നെ വഴിയാത്രക്കാർക്കും ആവശ്യക്കാർക്കും കൊടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് രാത്രി പോയിട്ട് ആരും കാണാതെ എന്ത് ചെയ്യുക, ആ കൃഷി കൊയ്തെടുക്കാം. അള്ളാന്റെ പരീക്ഷണം വന്നു, ആ കൃഷി മുഴുവൻ നശിപ്പിക്കപ്പെട്ടു. സൂറത്തുൽ കലം, സമയം കിട്ടുമ്പോൾ, അല്ല സമയം കിട്ടണം അത് വായിക്കാൻ, സമയം അതിനുവേണ്ടി മാറ്റിവെച്ച് വായിക്കണം, നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കണം അത്. ഇന്നും നമ്മൾ ഓന്ന് സൂറത്തുൽ കഹ്ഫ് സമ്പന്നനായ ഒരു കാഫിറിനെ കുറിച്ച് പരിചയപ്പെടുന്നുണ്ട്. തോട്ടങ്ങളും അരുവികളും ജോലിക്കാരും ഫലസമൃദ്ധമായ വിഭവങ്ങളുമെല്ലാം അതാത് സമയം ലഭിച്ചുകൊണ്ടൊരു സമ്പന്നനായ ഒരു മനുഷ്യൻ. പക്ഷേ അള്ളാഹുവിനെ വിസ്മരിച്ചു, അള്ളാഹുവിനെ നിഷേധിച്ചു, നന്ദികേട് കാണിച്ചു, എല്ലാം സ്വന്തം കഴിവിലാണെന്ന് അഹങ്കരിച്ചു. അതിന്റെ പരിണിതഫലം നാശമാണ് ഉണ്ടായത് എന്ന് ഖുർആൻ നമ്മൾ ഇന്ന് ഓതി. പലരും സൂറത്തുൽ കഹ്ഫ് ഓതി, അതിലൂടെ കടന്നുപോയി. പക്ഷേ അതിനർത്ഥം മനസ്സിലാകാത്തതോട് പലരും ഓതിപ്പോയി, അതിന് ആശയം മനസ്സിലാകാത്തവർ പലരും ഇങ്ങനെ പാരായണത്തിലേക്ക് ഒഴുകി. 4 സന്ദേശമാണ് സൂറത്തുൽ കഹ്ഫിൽ. അള്ളാഹ് ആയുസ് നൽകുകയാണെങ്കിൽ നമുക്ക് പഠിക്കാം ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞത്, ചെലവഴിക്കുന്ന ആളുകൾ അവർക്ക് കിട്ടുന്ന ബർക്കത്ത്, അനുഗ്രഹങ്ങൾ, മലക്കുകൾ ദുആ ചെയ്യുന്നു, അല്ലാഹ് ഞാൻ തരാന്ന് പറയുന്നു. ഇനി അത് ലഭിച്ചാൽ സ്വാഭാവികമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നമ്മളറിയാം. അതായത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ സ്വതക്ക ലഭിക്കുന്ന നല്ല മനുഷ്യർ, അതായത് സ്വാഭാവികമായിട്ട് നമ്മൾ എന്തെങ്കിലും ആവശ്യങ്ങൾ പറയുമ്പോൾ രോഗികൾ അല്ലെങ്കിൽ മറ്റു വല്ല ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഓരോരുത്തർ ആവശ്യമനുസരിച്ച് പല നല്ല മനുഷ്യന്മാർ സ്വതക്ക ചെയ്യും. നിങ്ങൾ ശ്രദ്ധിക്കണം, ആ സ്വതക്ക വാങ്ങുന്ന ആളുകളുടെ ഒരു അദബ് എന്ന് വെച്ചാൽ റസൂൽ പറഞ്ഞത്, നിങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ദുആ ചെയ്യണം ഏതുവരെ? അവർ നിങ്ങൾക്ക് നൽകിയ സഹായം ആ നൽകിയ സഹായത്തിന് തത്തുല്യമായ പ്രാർത്ഥന ഞാൻ ചെയ്തു എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നത് വരെ. എന്നുവെച്ചാൽ അത്രയും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് വേണമെന്നറിയോ? നമ്മളെ സഹായിച്ച കുറെ നല്ല മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ നമ്മുടെ ഒരു ബുദ്ധി വെച്ചൊരു കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പം ഒരു 10 അല്ലെങ്കിൽ 15 അല്ലെങ്കിൽ ഒരു വയസ്സ് മുതൽ നമ്മൾ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരുപാട് നല്ല മനുഷ്യന്മാർ നല്ല ഉപദേശങ്ങളായി അല്ലെങ്കിൽ നല്ല സഹായങ്ങളായി നമുക്ക് വേണ്ട ശാരീരികം പല നന്മകളുമായി നമുക്ക് ചെയ്ത മനുഷ്യർ അവിടെയൊക്കെ നമ്മുടെ ദുആയിൽ വരണം, നമ്മുടെ പ്രാർത്ഥനയിൽ അവർ വരണം. ചുരുങ്ങരുത്. ഞാനും എൻ്റെ കുടുംബവുമായിട്ട് ഇങ്ങനെ ചുരുക്കരുത്, കുറച്ചുകൂടി വിശാലാകും. ഞാൻ പറഞ്ഞല്ലോ, അബൂദർലാന് 300 സുഹൃത്തുക്കളെ കുറിച്ചാണ്, 300 പേർക്ക് വേണ്ടിയാണ് അബൂദർ സുജൂദിൽ പ്രാർത്ഥിച്ചത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബകളൊക്കെ മനസ്സിലാക്കിയത്. 300 പേരെ കുറിച്ച്, കാരണം അവർ പേര് പറയുമ്പോൾ അങ്ങനെ വാപ്പാന്റെ പേര് കൂടി ചേർത്താ പറയാ, അപ്പൊ 600ആയി. ഈ 600 പേര് പറയുകയാണെങ്കിൽ എത്ര സമയം എടുക്കും? ഞാൻ പറഞ്ഞില്ല, നമ്മുടെ പ്രാർത്ഥന അതാണ് നമ്മൾ ആവശ്യം. അപ്പോ ഇത്രയും നല്ല മനുഷ്യന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാണ്. ആ ദുആ കൂടി ഉൾപ്പെടും. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈ ദുനിയാവിൽ കിട്ടുന്നത് വലിയ മഹാഭാഗ്യമാണ്. വലിയ ചങ്കുകൾ എന്നൊക്കെ പറയില്ല, ആ ചങ്കിനോട് ചോദിച്ചു നോക്കിയാണ്, ചങ്കെ നീ സുബീക്ക് എനിക്ക് വേണ്ടി ദുആ ചെയ്ത്, ഞാനൊന്നും പ്രാർത്ഥിക്കലില്ല. ഇതാണ് ചങ്ക് എന്ന് പറഞ്ഞാൽ വേണം അവന്റെ ദുആയിൽ വേണ്ടേ, അവന്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടണ്ടേ? അതാണ് ആ ഉൾപ്പെടുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കുക എന്നുള്ളത് അറിയോ, അതൊരു സഹാബത്തൊക്കെ ഒരു മത്സരമാണ്. നമ്മള് അവിടേക്ക് എത്തിയിട്ടില്ല, നമ്മൾ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. അവരെന്ന് വെച്ചാൽ നമ്മുടെ ലെവല് വേറെയാണ്, അവരുടെ ഗ്രേഡ് വേറെയാണ്. അവരിങ്ങനെ എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നതാണ്. അബൂ ദഹ്ദാ എന്ന് പറയുന്നൊരു സഹാബ്, അബൂ ദഹ്ദാ, സുബ്ഹാനല്ലാഹ്. ആ മഹാന്മാരെയൊക്കെ നമ്മൾക്ക് ഉച്ചരിക്കാൻ പോലും അത്രയൊക്കെ നമ്മൾ എത്തിയോ എന്ന് പോലും. അബൂ ദഹ്ദാ അദ്ദേഹത്തിന് ഏകദേശം ഒരു 300-ഓളം, ചില റിപ്പോർട്ടിൽ 600-ഓളം ഈത്തപ്പന തോട്ടമുള്ള ഒരു തോട്ടത്തിൽ അദ്ദേഹം തോട്ടമുണ്ട്. അങ്ങനെ അദ്ദേഹം കുടുംബമൊക്കെ ഇങ്ങനെ കയറി അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ആണ് മൻ യുക്രിദുല്ലാഹ ഖർളൻ ഹസന യുളാഇഫു ലഹും
ആരാണ് അള്ളാഹുവിന് കടം കൊടുക്കാനുള്ളത്? ആരാണ് അള്ളാഹിന്റെ ചോദ്യമാണ്. കടം നമുക്കറിയില്ല, കടം വാങ്ങിച്ച് തിരിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന കടം ആരാണ് അള്ളാഹുവിന് കടം കൊടുക്കാനുള്ളത്? ഖുർആന്റെ ആയത്തിറങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഇപ്പോ ആയത്തിറങ്ങിയിട്ടുണ്ട്. അബൂ ദഹ്ദാറുള്ള, അപ്പോ അതൊരു കുടുംബം പിന്നെ തോട്ടത്തിലാണ്, ഭാര്യയും കുട്ടികളൊക്കെ തോട്ടത്തിലാണ്. ഞാൻ അബൂ ദഹ്ദാർ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്, അള്ളാഹുവിന് വേണ്ടി കടം കൊടുക്കുന്നവരാരുണ്ട്, അള്ളാഹ് അവർക്ക് ഇരട്ടിപ്പിച്ച് തിരിച്ചു കൊടുക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു, റസൂലേ എനിക്കൊരു തോട്ടമുണ്ട്, ഞാനത് ഫീ സബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ നൽകുകയാണ്. ഇത് ഭാര്യ അറിഞ്ഞിട്ടില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ നൽകുകയാണ്. കാരണം അള്ളാഹ്ക്ക് ഞാൻ കടം കൊടുക്കണം, ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചോളാം, ഞാൻ അവിടെ നിന്ന് അതിന് ഇരട്ടി വാങ്ങിച്ചോളാം. അദ്ദേഹം പോവുകയാണ്. പിന്നെ തോട്ടത്തിലുള്ള ഭാര്യയും കുട്ടികളെയും പറയണം, ഞാനേ ഇത് അള്ളാഹ്ക്ക് കടം കൊടുത്തു, ഈ തോട്ടം നിങ്ങൾ ഇറങ്ങിക്കോളി എന്ന് പറയും. അത്രയും അത്ര ദർജയുള്ള ആയത്തുകളോടുള്ള സ്വാധീനം അവരുടെ ജീവിതത്തെ തന്നെ മാറ്റി. അവരെ കുറിച്ച് റസൂൽ പറഞ്ഞു, ആ അബൂ ദഹ്ദാഹിന് അവരുടെ കുടുംബത്തിന് സ്വർഗത്തിലെ എത്രമാത്രം ഫലങ്ങൾ അവർക്കാണ് അതിങ്ങനെ കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മയ്യത്ത് ജനാസ കൊണ്ടുപോകുമ്പോൾ പറയുന്ന വാചകങ്ങൾ കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന്റെ ജനാസ ചുമക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞത് ഇതെല്ലാം ധനം ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു പോകുന്നത്. അപ്പൊ അതില് ഞാൻ നേരത്തെ പറഞ്ഞ 2 ദുസ്വഭാവങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഉണ്ടാകരുത്. ഇസ്രാഫാണ്. ഇസ്രാഫും ബുഖലും. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ പോരാ, അതിന്റെ ഗൗരവം. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അതായത് ന്യായമായ ആവശ്യങ്ങൾക്കല്ലാതെ അനാവശ്യമായി ചെലവാക്കുന്ന എല്ലാം അത് ദൂർത്താണ്. നിങ്ങൾ അമിതമായി അനാവശ്യമായി കാരണം അനാവശ്യമായി ചെലവഴിക്കുന്ന ശൈത്താന്റെ കൂട്ടുകാരാണ്, ശൈത്താന്റെ സഹോദരങ്ങളാണവർ, ശൈത്താന്റെ ആളുകളാണവർ എന്നാണ് ഖുർആൻ അമിതമായി അനാവശ്യമായി ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത്. വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ അമിതമാക്കരുത്, കാരണം അമിതമാക്കുന്ന അള്ളാഹു അവരെ ഇഷ്ടപ്പെടുക, ഇസ്രാഫ് അല്ല ഇഷ്ടപ്പെടില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം ന്യായമാണോ, ന്യായത്തിന് പോലും അതിലും നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. ഇപ്പോ സഅദ് റളിയല്ലാഹു അൻഹു രോഗാവസ്ഥയിൽ, പിന്നെ അദ്ദേഹത്തിന് സീനിയർ സഹാബിയാണ്. ഇപ്പൊ രോഗം കഠിനമായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിക്കാൻ പോയി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂലേ എനിക്കൊരു പെൺകുട്ടിയേ ഉള്ളൂ, അപ്പൊ എനിക്കാണെങ്കിൽ സമ്പത്ത് ഒരുപാടുണ്ട്, ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവൻ അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കട്ടെ, എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ കൊടുക്കട്ടെ. അപ്പോൾ റസൂൽ വേണ്ട, അത്ര വേണ്ട, അത് ചെയ്യരുത്, മുഴുവൻ നിങ്ങൾ കൊടുക്കരുത്. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞു, റസൂലേ എന്നാ ഞാൻ എൻ്റെ സമ്പത്തിലെ പിന്നെ 4/3 ഭാഗം ഞാൻ കൊടുക്കട്ടെ. പറ്റില്ല റസൂൽ, എങ്കിൽ എൻ്റെ സമ്പത്തിന്റെ പകുതി ഞാൻ കൊടുക്കട്ടെ. റസൂൽ പറഞ്ഞു പറ്റൂല, എങ്കിൽ എൻ്റെ സമ്പത്തിന്റെ 1/3 ഭാഗം വസിയത്ത് ചെയ്യട്ടെ. റസൂൽ പറഞ്ഞു ഓക്കെ, അതന്നെ 1/3 ഭാഗം, അത് തന്നെ ധാരാളം കേട്ടോ. അതിന് എന്താണ് റസൂൽ പഠിപ്പിച്ച് അതിനെ ഉപയോഗിച്ച വാചകം ഇതാണ്, അസുലുസ് കബീർ. അതായത് സമ്പത്ത് ഒരുപാടുണ്ട്, മുഴുവൻ വേണ്ട, പകുതി വേണ്ട, 4/3 ഭാഗം വേണ്ട, 1/3 ഭാഗം ഓക്കെ. കബീർ കസീർ, 1/3 ഭാഗം തന്നെ ധാരാളമാണ്. അതിന്റെ ഭാഗം ഇന്നക അൻതദറ വറസതക അഗ്നിയാൻ ഖൈറും മിൻ അൻതദറഹും ആലതൻ യതകഫഫു വന്നാസ്. നിങ്ങളുടെ കുടുംബത്തെ ആളുകളുടെ മുമ്പിൽ യാചിച്ച് വിടുന്നതിനേക്കാളും ഖൈറ് അവരെ ധന്യരാക്കി നിങ്ങളുടെ അനന്തരാവകാശികൾ വിടുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ മുഴുവൻ കൊടുത്തിട്ട് പിന്നെ നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ കുടുംബമൊക്കെ പട്ടിണിയും എന്തെങ്കിലും ആവശ്യത്തിന് ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ ഖൈറ് നിങ്ങൾ അവരെ ഇസ്സത്തോടുകൂടെ അഭിമാനത്തോടുകൂടെ പിന്നെ നിങ്ങൾ നിലനിർത്തുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ വിട്ടേക്കുന്നതാണ്, നിങ്ങൾ അങ്ങനെ മരണപ്പെട്ടു പോകുന്നതാണ് അതിനേക്കാളും ഖൈർ. അതുകൊണ്ടാണ് ഇത്ര കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം കൂടി പറയാണ്. ഞാൻ പറഞ്ഞത് എല്ലാത്തിലും ഒരു കസബ്, ഒരു മധ്യമ. നമ്മളെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഉമ്മത്തൻ വസത, മധ്യമ സമൂഹമാണ്. എല്ലാത്തിലും ഒരു മിതത്വം പാലിക്കുന്ന ഉമ്മത്തിൽ അനുയായികളാണ് നമ്മൾ എല്ലാ രംഗത്തും. അത് ഈ വിഷയം മാത്രമല്ല, എല്ലാ കുലു വശ്റബു വഅൻഫഖു വൽബസു, തിന്നുക, കുടിക്കുക, ചെലവഴിക്കുക, ധരിക്കുക, മാലം യുഖലത്ത് ഇസ്രാഫും വലാ മഖീല, ഇസ്രാഫും പിശുക്കും ഇല്ലാതെ. അപ്പോ ദൂർത്തില്ലാതെ, പിശുക്കാതെ, പിശുക്ക് നേരത്തെ പറഞ്ഞ പോലെ ന്യായമായ ഹക്ക നൽകാതെ പിടിച്ചു വെക്കുക, കൊടുക്കാതിരിക്കുക. പിശുക്ക് സത്യത്തിൽ
ആ പിശുക്ക് ഒരു മനുഷ്യനെ നശിപ്പിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിശുക്ക് 2 പദം ഉപയോഗിച്ചു, അൽ ബുഖൽ വശുഹ്. ബുഖൽ എന്ന് പറഞ്ഞാൽ ന്യായമായതൊന്നും കൊടുക്കാതിരിക്കുകയാണ്. ഒരാൾക്കൊരു നന്മ, നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്കൊരു നന്മ, വീട്, കുടുംബം, അതല്ല, അതിന് പുറത്തൊരാൾക്കൊരു സ്വതക്ക, ഒരു നന്മ അങ്ങനെ എടുക്കണമെങ്കിൽ പോക്കറ്റ് പിടിച്ച് വലിക്കണം. അങ്ങനെ പ്രയാസപ്പെടുന്ന, കൊടുക്കാൻ മടിക്കുന്ന മനുഷ്യന്മാര് ബുഖൽ. രണ്ടാമത് അതേ ഒരു കാറ്റഗറി കുറച്ചുകൂടി ഷുഹെന്ന് പരിപാക്കുക. എന്നുവെച്ചാൽ ഷുഹെന്ന് പറഞ്ഞാല് കൊടുക്കില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ഇങ്ങോട്ട് കിട്ടാൻ എന്തുകൊണ്ട് മാർഗം എന്ന് അന്വേഷിക്കുക. കുറച്ചുകൂടി അത്യാഗ്രഹം കൂടുതലാണ്. അങ്ങോട്ട് കൊടുക്കില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് കിട്ടാൻ എന്താണ് വഴി എന്ന് അന്വേഷിക്കുന്നവർ. റസൂൽ പറഞ്ഞു, നിങ്ങൾ പിശുക്കിനെ ശ്രദ്ധിക്കണം. മുൻ സമുദായങ്ങളെ നശിപ്പിക്കാൻ കാരണമായത് ഈ പിശുക്കാണ്. രക്തം ചിന്താൻ കാരണമായത് ഈ പിശുക്കാണ്. കുടുംബ ബന്ധം വിച്ഛേദിക്കാൻ കാരണമായത് ഈ പിശുക്കാണ്. നോക്കൂ നിങ്ങൾ. അപ്പൊ 2 ദുസ്വഭാവം നമ്മൾ നേരത്തെ പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ, അല്ലാഹു നഅൂദു ബിക മിനൽ ബുഖൽ, അല്ലാഹുവേ പിശുക്കിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു, പിശുക്കിൽ നിന്ന് ഞാൻ രക്ഷ തേടുന്നു. ഖുർആനിലെ ആയത്ത് സൂറത്തുൽ ആൽ ഇംറാൻ, ഇസ്രാഫിൽ നിന്നും. അപ്പൊ നമ്മള് സ്വാഭാവികമായിട്ട് മനുഷ്യന്മാരാണ്, ആ വീഴ്ചകളും പോരായ്മകളും ഉണ്ടാവും. അപ്പൊ ഇസ്രാഫ് വന്നു, റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇസ്രാഫ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളിതാ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇസ്രാഫ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൊറുത്തു തന്നെ റബ്ബേ. നമ്മൾ പ്രാർത്ഥിക്കണം. സൂറത്തുൽ ആൽ ഇംറാൻ 145 ആയത്താണ്. നമ്മുടെ ദുആയിൽ എന്ത് വേണം? പടച്ചോനെ എന്തെങ്കിലും എല്ലാ വിഷയത്തിലുണ്ട്. 3 പ്രാവശ്യം കൈ കഴുകണം എന്നുള്ളത് 4 പ്രാവശ്യം ആയാൽ ഇസ്രാഫാണെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ചു, 3 പ്രാവശ്യം കഴുകേണ്ട ഭാഗങ്ങൾ 4 ആയാൽ അത് ഇസ്രാഫാണ്. അപ്പൊ അത്രയും സൂക്ഷ്മത, അത്രയും ശ്രദ്ധ ഇബാദത്ത് രംഗത്ത് വരെ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ പോരായ്മകളും വീഴ്ചകളും പുറത്തു തരുന്ന അല്ലാഹു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഖുത്ബ കഴിഞ്ഞ് പിരിയുമ്പോൾ അറിയാം, ചെലവഴിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. അൽഹംദുലില്ലാഹ്. ആ ഈമാനും തഖ്വയും അവിടെ ഇഖ്ലാസും അവിടെ നന്മയും ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു അത് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുടെ കുടുംബത്തിലും സമ്പത്തിലും ആരോഗ്യത്തിലും ഖൈറും ബർക്കത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ചെലവഴിക്കാത്ത ചില മനുഷ്യന്മാര് നേരത്തെ പറഞ്ഞ പോലെ അവിടെ സർക്കിളിൽ മാത്രം ഒന്ന് പോരാ, നമുക്ക് അതുകൊണ്ട് അള്ളാഹ് ഉപയോഗിച്ച പദങ്ങൾ നോക്കി, വൻഫിക്കു മിമ്മ റസഖ്നാക്കുന്നാണ്. നിങ്ങളുടെ സമ്പത്തിന് കൊടുക്കണം എന്നല്ല അള്ളാഹ് പറഞ്ഞത്. ആ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ നിങ്ങൾക്ക് നൽകിയത്, വൻഫിക്കു മിമ്മ റസഖ്നാക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയെന്നില്ല നിങ്ങൾ കൊടുക്കാനാ പറഞ്ഞത്. അള്ളാഹ് നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടാണ്. നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള, നിങ്ങളെക്കാൾ കഴിവുള്ള, നിങ്ങളെക്കാൾ നല്ല തറവാട്ടിൽ പറഞ്ഞ ഒരുപാട് മനുഷ്യന്മാരെയും ദുനിയാവിലുണ്ട്. അവർക്കൊന്നും നിങ്ങളെപ്പോലെ സമ്പത്തില്ല, നിങ്ങളെപ്പോലെ സൗകര്യങ്ങളില്ല, നിങ്ങളെപ്പോലെ സുഖങ്ങളില്ല. അപ്പൊ നിങ്ങൾക്ക് അതാണ്. അപ്പൊ നമുക്ക് നമ്മളെന്താ കുറച്ച് സ്വാഭാവികമായിട്ട് മനുഷ്യന്മാർ കടന്നു. അതുകൊണ്ടാണ് സൂറത്ത് കഹ്ഫിൽ ആ ബാങ്ക് പറഞ്ഞത്, സമ്പത്തും സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ കൂടി വരുമ്പോൾ സ്വാഭാവിക മനുഷ്യന്മാർക്ക് തോന്നും ഇതൊക്കെ എൻ്റെ അധ്വാനവും എൻ്റെ കഴിവും എൻ്റെ കഠിന പ്രയത്നവും ഞാൻ രാപ്പകല്ലാതെ അധ്വാനിച്ചതിന്റെ ഫലാണെന്നൊക്കെ തോന്നും. പിശാച് തോന്നിപ്പിക്കും. അവിടെയാണ് ഖുർആൻ പറഞ്ഞത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയെ കാണുമ്പോൾ, നിങ്ങളുടെ സമ്പത്തിനെ കാണുമ്പോൾ, നിങ്ങളുടെ ജോലിക്കാരെ കാണുമ്പോൾ, നിങ്ങളുടെ വീട് കാണുമ്പോൾ, നിങ്ങളുടെ കാറ് കാണുമ്പോൾ, നിങ്ങളുടെ സൗകര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പറയേണ്ട പദം മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹ് ഉദ്ദേശിച്ചതാണ്. അവനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല, അവനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയുമില്ല എന്ന്. ഇതെല്ലാം അല്ലാഹ് ഉദ്ദേശിച്ചതാണ്. അള്ളാന്റെ തൗഫീഖാണെന്ന് പറയാൻ ഒരു താഴ്മ, ഒരു വിനയം, ആ ഒരു ബോധം ഉണ്ടാകാൻ ആ മുഅ്മിനായ മനുഷ്യൻ ഉപദേശിച്ചു. പക്ഷെ അയാൾ ചെവിക്കൊണ്ടില്ല. അത് പറയാൻ അയാൾ അഹങ്കാരം, അയാളുടെ ആ അഹങ്കാരം അയാളെ സമ്മതിപ്പിച്ചില്ല. അതിന്റെ പരിണിത ഫലം നാശമായിരുന്നു എന്ന് സൂറത്തുൽ കഹ്ഫ് നമുക്ക് പഠിപ്പിച്ചു തരാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, അതുകൊണ്ട് 2 ദുസ്വഭാവങ്ങൾ, ഇസ്രാഫും പിശുക്കും ഒഴിവാക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ ദിവസവും ഞാനത് വീണ്ടും ആവർത്തിക്കുകയാണ്, എല്ലാ ദിവസവും അള്ളാഹുവിന്റെ മാർഗത്തിൽ സുബഹി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡ്യൂട്ടി. സുബഹി എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ കഴിയുന്നത്, ഇപ്പോൾ ജീപ്പയിൽ 1 രൂപയും പോകും, മതി. ആ 1 രൂപയെങ്കിലും ഏതെങ്കിലും മിസ്കീന്റെ നമ്പറിലേക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നന്മയിലേക്ക്, പുണ്യത്തിലേക്ക് സുബഹി കഴിഞ്ഞ് ഞങ്ങളുടെ ഒന്നാമത്തെ അമൽ സ്വാലിഹാത്തായിട്ട് പോകട്ടെ. ഒരു ദിവസവും. കാരണം മലക്കളുടെ ദുആ നിങ്ങൾക്ക് ഈ മിമ്പറിൽ നിന്ന് പ്രസംഗം കേട്ട, ഈ ക്ലാസ് കേട്ട, ഈ ഖുതുബ കേട്ട എല്ലാവർക്കും ആ നന്മ കിട്ടണം.
നമ്മുടെ കുടുംബത്തിലേക്ക് നിങ്ങൾ സുഹൃത്തുക്കൾ സംസാരിക്കണം, കുടുംബത്തോട് പറയണം. അപ്പൊ അതുകൊണ്ട് ആ നന്മ നിലനിൽക്കണം. അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക്, പരീക്ഷണത്തിന് നമ്മൾ നിന്നു കൊടുക്കരുത്. നമ്മൾ അതിനുവേണ്ടി നമ്മുടെ അശ്രദ്ധമായ ജീവിതം പല പരീക്ഷണങ്ങൾ കാരണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്തരത്തിൽ ഒരു പരീക്ഷണത്തിലൂടെ നിൽക്കരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്ത അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ ബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പനകളും നിർദ്ദേശങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും കൂടുതൽ കേൾക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ നിലനിർത്തുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്യണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, വിശ്വാസികളെ, നരകത്തിലേക്ക് പതിക്കാൻ മാത്രം പാപങ്ങളും തെറ്റുകളും തിന്മകളും ചെയ്ത ഒരു സമൂഹമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിലെ നബിയുടെ ഓഡിയൻസ്, നബിയുടെ മുമ്പിലുള്ള ആ കൗമ്. അള്ളാഹു ഖുർആൻ നൽകി, ഒരു പ്രവാചകനെ നൽകി. ആ ഖുർആൻ അവർക്ക് ഓതിക്കൊടുത്തു. യത്ലൂന കിതാബല്ലാഹ് വയുസക്കീഹിം വയുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ. അവരെ സംസ്കരിപ്പിച്ചെടുത്തു. ഓരോ ക്ലാസ്, ഒരു ഒറ്റ ക്ലാസ് അല്ല, ഒറ്റ 23 വർഷ കാലഘട്ടം കൊണ്ട് രാത്രിയും പകലും രഹസ്യമായിട്ടും പരസ്യമായിട്ടും ക്ലാസ്സുകളിലൂടെയും എല്ലാം അവർക്ക് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഉപദേശങ്ങൾ നൽകി. അവരെങ്ങനെ ഓരോന്നും അവരുടെ നന്മകൾ വർദ്ധിപ്പിച്ച് തെറ്റുകളും പോരായ്മകളൊക്കെ ചുരുക്കാനും അത് മാറ്റിവെക്കാനും അതിന് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാനും തൗബ ചെയ്ത് മടങ്ങാനും പ്രേരിപ്പിച്ച് അതേ ഖുർആൻ മരണപ്പെട്ടാൽ നരകം ലഭിക്കുമെന്ന് ഒരു കൗമിനെ കുറിച്ച് പറഞ്ഞ അതേ ഖുർആൻ പിന്നീട് ഈ വർഷം കുറച്ച് കഴിഞ്ഞപ്പോൾ റളിയല്ലാഹു അൻഹും വറദൂ എന്ന് പറയുന്ന ഒരു റാങ്കിലേക്ക് അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്ക് ഇവരെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾ അള്ളാഹിനെ കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ മാത്രം ശ്രേഷ്ഠതയിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അതേ ഖുർആൻ നമ്മുടെ അടുത്തുണ്ട്. ഞാൻ പറഞ്ഞേ, നമ്മൾ പോരായ്മകളുണ്ട്, ഒരുപാട് വീഴ്ചകളും ന്യൂനതകളുള്ളവരാണ്. നമ്മുടെ അറിവിന്റെ കഴിവിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് പല തെറ്റുകളും, ആ തെറ്റുകൾ തൗബ ചെയ്ത് മടങ്ങി ഇസ്തിഗ്ഫാർ അവസരങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ അത് നിലനിർത്താം. ഇബാദത്താണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഈ വിഷയം, ഈ സബ്ജക്റ്റ് ആയിട്ട് കഴിയുമ്പോൾ നമ്മൾ വേറൊരു മനുഷ്യനായി മാറണം. നമ്മൾ ഭാര്യ ചോദിക്കണം, നിങ്ങൾക്ക് ആ മാറ്റം ഉണ്ടല്ലോ, നമ്മുടെ കീഴിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സുഹൃത്ത്, നിന്റെ സ്വഭാവത്തിൽ നിന്റെ പെരുമാറ്റം വലിയ മാറ്റം എന്ന് പറയാൻ മാത്രം, എന്നുവെച്ചാൽ അതൊരു മാറ്റാണ്, നമ്മളിൽ ഉണ്ടാകുന്ന വലിയ മാറ്റം. അതുകൊണ്ട് ആ മാറ്റത്തിന് തയ്യാറാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പോരായ്മകളും കുറവുകളും അള്ളാഹു പൊറുക്കുകയും വിട്ടുവീഴ്ചയും മാപ്പ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈമാനും തഖ്വയും അള്ളാഹു കൂടുതൽ നമുക്ക് നൽകുമാറാകട്ടെ. ഈമാനോടുകൂടെ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിയാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും കുടുംബത്തിലും ഖൈറും ബർക്കത്തും നിഅമത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കും.